ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. അടിപൊളി മീൻകറിയാണ്. ഏറ്റവും സിമ്പിളായ രീതിയിൽ മീൻകറി എങ്ങനെ വെക്കാന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇടാം കേട്ടോ. ഇത് രണ്ടും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സംഭവങ്ങൾ ഇടുന്നത്. അടുത്ത ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യമായിട്ട് ഇടുന്നത്. ഇഞ്ചി ഞാൻ മീൻകറിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉടൻ പച്ചമുളകും തക്കാളിയും കൂടി ഇടാം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് വാടി വെന്ത പോലെ ആവണം കേട്ടോ. ഒരു 5 മിനിറ്റ് അത് മൂടി വെച്ചിട്ട് അതൊന്ന് വെന്ത പോലെ ആയി വരുമ്പോഴാണ് നമ്മൾ അടുത്ത സംഭവങ്ങളൊക്കെ ചേർക്കുക. അപ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി. ഇത്രയും സാധനം ഇടുന്നുള്ളൂ കേട്ടോ പൊടികൾ. ഒരു പുളിമുളക് ഇട്ട കറിയാണ്. നല്ല അടിപൊളിയാന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അടിപൊളിയാണ്. അപ്പോൾ പച്ചത്തരണ്ടിയാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. കഷ്ണമീൻ ഏതായാലും ഇതേപോലെ വെക്കും. അല്ലാത്തത് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് ഇടാം കേട്ടോ. നമ്മളെ സാധാ കുഞ്ഞുമീനൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ പുളിവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഈ പച്ചത്തരണ്ടി കറി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തൊരു കറുത്ത തോലുണ്ടാവും കേട്ടോ. എത്ര നമ്മൾ കടയിൽ നിന്ന് നന്നാക്കി കഷ്ണാക്കി വാങ്ങിയാലും അവർ ആ കറുത്ത തോല് അങ്ങനെ കളഞ്ഞിട്ടുണ്ടാവില്ല. ചില മീനുകൾക്ക് കളഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കറുത്ത തൊലി നമ്മളെ കറിയിൽ പെട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കഷ്ണം പെട്ട് കഴിഞ്ഞാൽ കറി മൊത്തം നമ്മൾ എന്താ പറയുക, പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയതുപോലെ ജെല്ല് ടൈപ്പ് ആയി പോകും കേട്ടോ, കൊഴുപ്പായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനക്കൊരു വട്ടം അത് പറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് കറി വെക്കാനൊക്കെ പച്ചത്തരണ്ടി വാങ്ങുന്നവർ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു കറുത്ത തൊലീൻ്റെ ഒരു കഷ്ണം പോലും അതിലുണ്ടാവരുത്. അത് മുറിച്ച് മാറ്റിയതിന് ശേഷം, പക്ഷെ വെള്ള കളർ തൊലി ഉണ്ടായാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടു. ഉപ്പ് ഞാൻ ഈ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ വാടി വന്നിട്ട് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടു. എന്നിട്ട് ഇത് നല്ല പോലെ തിളക്കാൻ മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം, ഓൾറെഡി നമ്മൾ ഇത് വഴറ്റിയിട്ട് വെച്ചപ്പോൾ തന്നെ തക്കാളിയൊക്കെ വെന്തിരുന്നു. പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇതിനി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് പുളിയൊക്കെ പിടിച്ച് ഒന്ന് നന്നായിട്ട് സെറ്റായി കിട്ടുക. ഇപ്പം തന്നെ നമ്മൾ വെച്ചപാടെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം നല്ല തിളച്ച് കറിയൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. കുടംപുളി ഒന്നല്ല കേട്ടോ, നോർമൽ പുളിയാണ് ഞാൻ ഇതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. കുടംപുളി വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ആ കറിയൊക്കെ നന്നായിട്ട് കുറുകി മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. ഞങ്ങൾ മല്ലിപ്പൊടിയോ മറ്റ് സാധനങ്ങളോ ഒന്നും ഒരു പൊടികളും യൂസ് ചെയ്യില്ല. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം. അതേപോലെ ഇഞ്ചിയും യൂസ് ചെയ്യാറില്ല കേട്ടോ മീൻകറിക്ക്. ഒരു മീൻകറിക്കും യൂസ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും, ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അതൊരു എന്താ പറയുക, അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, അടിപൊളിയാന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട. കാരണം ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണ്ട. വേണമെങ്കിൽ ഒഴിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് കറി വറ്റി വരുമ്പോൾ തന്നെ മേലെ ഇങ്ങനെ എണ്ണ കാണാം കേട്ടോ കറിയിൽ. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ എന്താക്കേണ്ടത്, ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വഴറ്റുന്ന സമയത്തൊന്നും കറിവേപ്പില ഇടൂല. അവസാനം ഇറക്കാൻ നേരത്താണ് കറിവേപ്പില മേലക്കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറിവേപ്പിലേൻ്റെ ആ പച്ച ഒരു മണമില്ലേ, അത് നന്നായിട്ട് കറിയിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ മൂടി വെച്ചിട്ട് ഇറക്കി വെച്ചാൽ, അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ഇട്ടത്. അങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇറക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം സെറ്റായി നമ്മളത് മൂടി വെച്ച് ഇറക്കി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ.